മറ്റുള്ളവർക്ക് അല്ലാഹു തആല എന്തെങ്കിലും നൽകിയതിനെ പറ്റിയിട്ട് നമുക്കൊരു കുറവും നമുക്കൊരു ഹസദും ഇല്ലാത്ത നല്ല ഖൽബ് കഴിയും. ഒരാൾക്ക് അല്ലാഹു തആല അയാളെ അധ്വാന ഫലമായിട്ടോ സമ്പാദ്യം കൊണ്ടോ അനന്തരം കിട്ടിയ സമ്പാദ്യം കൊണ്ടോ ഒരാൾക്ക് അല്ലാഹു തആല ഒരു വാഹനം വാങ്ങാൻ തൗഫീഖ് കൊടുത്തു, ഒരു വീടുണ്ടാക്കാൻ തൗഫീഖ് കൊടുത്തു. നമ്മൾ എങ്ങനെയാണ് അത് കാണുക? അനുകൂലമായിട്ടാണോ കാണുക, പ്രതികൂലമായിട്ടാണോ കാണുക? അനുകൂലമായി കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. അനുകൂലമായി കാണുന്ന ഖൽബാണോ ഒരു കുഴപ്പം ഉണ്ടാകൂല. ആ കൽബിന് അതിന് കേടൊന്നും പറയാനുണ്ടാകൂല. എത്ര നല്ലതാണെങ്കിലും കേട് പറയും. മനസ്സിനത് ദഹിക്കൂലെങ്കിൽ. നല്ലൊരു വാഹനം പോകുന്നു, നമുക്ക് നല്ലൊരു വാഹനം, അത്യാവശ്യം തിരക്കടില്ല, ഒരു കുടുംബത്തിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വാഹനം. അപ്പുറത്തിരിക്കുന്ന ആളത് കേൾക്കുന്ന ആള് ചെറിയ കൽബിനൊരു സ്വയമാറ്റുള്ള ആളാണെങ്കിൽ അയാൾ പറയും അതാപ്പൊ നല്ല വാഹനം, അതിനേക്കാൾ മുന്തി എത്ര നല്ല വാഹനം ഉണ്ട്, ഒരു വാഹനം വാങ്ങാൻ കണ്ടത് അത് എന്താ? അയാളെ കൽബിനെ പിടിച്ചിട്ടില്ല, അയാളെ കൽബിനെ രസിച്ചിട്ടില്ല. എന്തിനാപ്പോ ആ വാഹനത്തെ കുറവാക്കിയത്? അതൊരു നല്ല വാഹനം തന്നെയല്ലേ, അതിലും പോകാൻ പറ്റൂലേ കുറെ ആളുകൾ? അതും വിലപിടിപ്പുള്ള ഒരു വാഹനം തന്നെയല്ലേ, നല്ലതും സമ്മതിച്ചൂടെ? സമ്മതിക്കാനുള്ള കൽബില്ല. ഒരു വീട് നോക്കിട്ടു അല്ലെ, അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ നല്ല വീട്. ഇങ്ങനെ വീടുണ്ടാക്കല്, ഇങ്ങനെ ആരെങ്കിലും മനുഷ്യന്മാരാരെങ്കിലും വീടുണ്ടാക്കും, ആ വീടിനൊരു കുഴപ്പമില്ല, ജീവിക്കാനും താമസിക്കാനൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ്. പക്ഷെ ഓന്റെ കൽബിക്ക് ദഹിച്ചില്ല, അവിടെ കേട്. മറ്റൊരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഏത് നിയമത്തിലും നല്ല രൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു കൽബുണ്ടെങ്കിൽ ആ കൽബിനൊരു കേടും ഉണ്ടാവില്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി